പ്രിയമുള്ളവരെ, ഏവർക്കും ടെക്പീസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഡിസംബർ 15 നോട്ടിഫിക്കേഷൻ വരാനിരിക്കുന്ന ഓവർസിയർ ഗ്രേഡ് 3 ഇറിഗേഷൻ മെക്കാനിക്കൽ, അതോടൊപ്പം തന്നെ ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2 മെക്കാനിക്കൽ ഇൻ ഹാർബർ എഞ്ചിനീയറിംഗ് തുടങ്ങിയ പരീക്ഷയ്ക്ക് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, അതിന്റെ പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ്, അതിന്റെ ഡീറ്റെയിൽഡ് സിലബസ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അപ്പൊ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ മാക്സിമം ആൾക്കാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക. അപ്പൊ ആദ്യം നമുക്ക് ഓവർസിയർ ഗ്രേഡ് 3 ഇൻ ഇറിഗേഷനെ പറ്റി നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഇതിനകത്ത് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇത് ആർക്കൊക്കെ അപേക്ഷിക്കാവുന്നതാണ്. ഇപ്പൊ PSC പറഞ്ഞേക്കുന്ന ക്വാളിഫിക്കേഷൻ എന്താണ്? 10ാം ക്ലാസ് പാസ്സായിരിക്കണം. അതോടൊപ്പം തന്നെ ITA ഡ്രാഫ്റ്റ്മാൻ മെക്കാനിക്കൽ കോഴ്സ് പഠിച്ചവർക്ക് 2 ഇയർ കോഴ്സ് ആയിരിക്കണം. കോഴ്സ് പഠിച്ചവർക്ക് ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്യാം. ഇതല്ലെങ്കിൽ ഇതിന് തത്തുല്യമായിട്ടുള്ള ഗവൺമെന്റ് അംഗീകരിച്ച യോഗ്യത ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. അപ്പൊ ക്വാളിഫിക്കേഷന്റെ കാര്യം എന്താണ്? 10ാം ക്ലാസ് പഠിച്ചിരിക്കണം, ITA ഡ്രാഫ്റ്റ്മാൻ മെക്കാനിക്കൽ അല്ലെങ്കിൽ അതിന് തത്തുല്യമായി ഗവൺമെന്റ് അംഗീകരിച്ച ഏതെങ്കിലും യോഗ്യത ഉള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാം. ഇതിന്റെ ഏജ് ലിമിറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക, 18 തൊട്ട് 36 വയസ്സ് വരെയാണ്. കാറ്റഗറി വൈസ് ഏജ് റിലാക്സേഷൻ ആപ്ലിക്കബിൾ ആണ്. അപ്പൊ ഇത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. നമ്മുടെ പോസ്റ്റിന്റെ പേരെന്താണ്? ഓവർസിയർ ഗ്രേഡ് 3 അല്ലെങ്കിൽ ട്രേസർ ഇൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ദെൻ നമ്മൾ ഏതൊരു പോസ്റ്റിന് അപ്ലൈ ചെയ്യുമ്പോഴും നമ്മൾ ഏറ്റവും നന്നായിട്ട് അറിഞ്ഞിരിക്കേണ്ട അതിന്റെ പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് ആണ്. അപ്പൊ ഇതിന്റെ പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് നമ്മൾ നോക്കുമ്പോൾ ഇതിന് കഴിഞ്ഞ പ്രാവശ്യത്തെ നോട്ടിഫിക്കേഷൻ വിളിച്ചത് 2019 അപ്പൊ കാറ്റഗറി നമ്പർ നോക്കിയേ, 141/2019 ആയിരുന്നു. എത്ര പേരാണ് അന്ന് അപ്ലൈ ചെയ്തത്? 10,791 പേരാണ് ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്തത്. പരീക്ഷ നടന്നതോ 2/8/2021. റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 30/8/2022. എത്ര പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത്? 101 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. കട്ട് ഓഫ് മാർക്ക് നോക്കി 85.33 ആയിരുന്നു. പരീക്ഷ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള പരീക്ഷയായിരുന്നു, അതുകൊണ്ടാണ് കട്ട് ഓഫ് കൂടിയത്. ദെൻ ലാസ്റ്റ് അഡ്വൈസ് നടന്നത് 17/9/2025. ഇതുവരെ എത്ര പേർക്ക് നിയമനം ലഭിച്ചു? 52 പേർക്കാണ് നിയമനം ലഭിച്ചത്. റാങ്ക് ലിസ്റ്റിന്റെ സ്റ്റാറ്റസ് നോക്കിക്കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റ് തീർന്നിട്ടുണ്ട്. അപ്പൊ ഈ പോസ്റ്റ് നമുക്ക് അത്യാവശ്യം നല്ല വേക്കൻസി വരുന്ന പോസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ ഇത് അറിഞ്ഞ് കൃത്യമായിട്ട് തയ്യാറെടുക്കുക. അപ്പൊ ITA യോഗ്യതയുള്ളവർ മാത്രം അപ്ലൈ ചെയ്യാം എന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾക്ക് ഈക്വലന്റ് ഓർ ഹയർ വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എല്ലാവർക്കും ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്യാം. ദെൻ അടുത്ത നമ്മൾ നോക്കാൻ പോകുന്ന പോസ്റ്റ് ഓവർസിയർ ഗ്രേഡ് 2 ഓർ ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2 ഇൻ ഹാർബർ എഞ്ചിനീയറിംഗ് ആണ്. അപ്പൊ അതിന്റെ ക്വാളിഫിക്കേഷൻ സിമിലർ ക്വാളിഫിക്കേഷൻ ആണ്. എന്താണ്? 10ാം ക്ലാസ് പാസ്സായിരിക്കണം. അതോടൊപ്പം തന്നെ ITA ഡ്രാഫ്റ്റ്മാൻ മെക്കാനിക്കൽ പാസ്സായിരിക്കണം. അപ്പൊ ഇതിന്റെ ഏജ് ലിമിറ്റും സ്കെയിൽ ഓഫ് പേ ഒക്കെ നമുക്ക് നോക്കാം. ഏജ് ലിമിറ്റ് എന്താണ്? 18 തൊട്ട് 36 വയസ്സ് വരെയാണ്. കാറ്റഗറി വൈസ് ഏജ് റിലാക്സേഷൻ ആപ്ലിക്കബിൾ ആണ്. ഇത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. സ്കെയിൽ ഓഫ് പേ നോക്കിയേ, 31,100 തൊട്ട് 66,800 വരെയാണ്. അപ്പൊ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഓവർസിയർ ഗ്രേഡ് 3യേക്കാൾ ഹയർ പോസ്റ്റ് ആണ് ഓവർസിയർ ഗ്രേഡ് 2. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. ഇനി നമുക്ക് ഇതിന്റെ പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നോട്ടിഫിക്കേഷൻ വിളിച്ചത് 2019. അപ്പൊ അന്നത്തെ പരീക്ഷ നടന്നത് 5/11/2019 നമ്മുടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 14/6/2021. നമ്മുടെ മെയിൻ ലിസ്റ്റിൽ എത്ര പേരുണ്ടായിരുന്നു? 25 പേരെയാണ് ഉൾപ്പെടുത്തിയത്. കട്ട് ഓഫ് മാർക്ക് നോക്കി, ഇത് അത്യാവശ്യം നിലവാരമുള്ള പരീക്ഷയായിരുന്നു. കട്ട് ഓഫ് മാർക്ക് നോക്കി 68.33 ആയിരുന്നു. OMR പരീക്ഷയ്ക്ക് ലഭിച്ച മാക്സിമം മാർക്ക് 77.67 ആയിരുന്നു. ഇത് ലാസ്റ്റ് അഡ്വൈസ് നടന്നത് 10/11/2023 ഇതുവരെ എത്ര അഡ്വൈസ് ആണ് നടന്നത്? 6 അഡ്വൈസ് ആണ് നടന്നത്. റാങ്ക് ലിസ്റ്റിന്റെ സ്റ്റാറ്റസ് നോക്കുവാണെങ്കിൽ റാങ്ക് ലിസ്റ്റ് തീർന്നു. അപ്പൊ നമ്മള് ITA ഡ്രാഫ്റ്റ്മാൻ മെക്കാനിക്കൽ ക്വാളിഫിക്കേഷൻ ഉള്ള ഉദ്യോഗാർത്ഥികൾ അല്ലെങ്കിൽ അതിന് ഈക്വലന്റ് ഓർ ഹയർ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വരാനുള്ള ഒരു മികച്ച അവസരമാണ് ഡിസംബർ 15 വരുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഒരു അവസരത്തെ നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും മികച്ച അവസരമായിട്ട് കണക്കിലെടുത്ത് നിങ്ങൾ തയ്യാറെടുത്ത് തുടങ്ങുക. ഇനി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യമാണ് ഇതിന്റെ സിലബസ് എന്തായിരിക്കും, ഇതിനകത്ത് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അപ്പൊ അതിനു വേണ്ടിയിട്ട്
റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ള ഓവർസിയർ ഗ്രേഡ് 2 പരീക്ഷയുടെ സിലബസ് തന്നെയാണ് ഞാൻ ഇവിടെ എടുത്തത്. കാര്യം ഇതൊരു വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സിലബസ് ആണ്. പുതിയ സിലബസും ഇത് തന്നെ ആകാനാണ് എന്ത് സാധ്യത. ഓക്കെ, അപ്പൊ നമുക്ക് അതിനകത്ത് എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് പരിശോധിക്കാം. ഇപ്പൊ ഒന്നാമത്തെ മൊഡ്യൂളിലാണ് നമുക്ക് പഠിക്കാനുള്ളത് ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഇപ്പൊ ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ്സ്, അതോടൊപ്പം തന്നെ ജോമെട്രിക്കൽ കൺസ്ട്രക്ഷൻ, ലെറ്ററിംഗ്, കർവ്സ് യൂസ്ഡ് ഇൻ എഞ്ചിനീയറിംഗ് പ്രാക്ടീസ്, ദെൻ ഡയമെൻഷനിങ്, സ്കെയിൽസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതോടൊപ്പം തന്നെ പ്രൊജക്ഷൻ, അതിനകത്ത് ഐസോമെട്രിക് പ്രൊജക്ഷൻ, ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ, അങ്ങനെയുള്ള പ്രൊജക്ഷനുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കാനുണ്ട്. ദെൻ ഫ്രീ ഹാൻഡ് സ്കെച്ചിങ്, ഡെവലപ്മെന്റ് ഓഫ് സർഫസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഡെവലപ്മെന്റ് ഓഫ് സർഫസ് ഉണ്ട്. ഇന്റർസെക്ഷൻ ഓഫ് സർഫസ് അല്ലെ, ഇന്റർസെക്ഷൻ ഓഫ് സോളിഡ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിക്കാനുണ്ട്. ദെൻ അതിനോടൊപ്പം തന്നെ വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസിലെ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? മെറ്റൽസ്, പ്രോപ്പർട്ടീസ് ഓഫ് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് ഒക്കെ ഇതിനകത്ത് പഠിക്കാനുണ്ട്. എത്ര മാർക്കാണ്? മൊഡ്യൂൾ 1 17 മാർക്കാണ്. ദെൻ അടുത്തത് മൊഡ്യൂൾ 2 നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിനകത്ത് സ്ക്രൂ ത്രെഡ്സ്, സ്ക്രൂഡ് ഫാസ്റ്റനേഴ്സ്, ഫൗണ്ടേഷൻ ബോൾട്ട്, അങ്ങനെയുള്ള ടോപ്പിക്കുകളുണ്ട്. പിന്നെന്തൊക്കെയുണ്ട്? നമുക്കിവിടെ റിവറ്റ്, വെൽഡഡ് ജോയിന്റ്സ് ആൻഡ് സിംബൽസ്. ഇനി ട്രേഡ് തിയറി ഓഫ് ഫിറ്റിംഗ്സ്, അതേപോലെ തന്നെ ട്രേഡ് തിയറി ഓഫ് ടേണിംഗ് ഷോപ്പ്, വെൽഡിംഗ് ഷോപ്പ്, മെഷീനിസ്റ്റ് ട്രേഡ്, ഷീറ്റ് മെറ്റൽ ട്രേഡ്, ഫൗണ്ടറി ആൻഡ് ഇലക്ട്രീഷ്യൻ ആൻഡ് ഇലക്ട്രിസിറ്റി റിലേറ്റഡ് കാൽക്കുലേഷൻ. അപ്പൊ നമ്മള് ട്രേഡ് തിയറി ബേസിക് ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഇതിലൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അല്ലെ. ഫിറ്റിംഗ്, ടേണിംഗ്, വെൽഡിംഗ്, മെഷീനിസ്റ്റ്, ഷീറ്റ് മെറ്റൽ, ഫൗണ്ടറി ആൻഡ് ഇലക്ട്രീഷ്യൻ. ദെൻ അത് കഴിഞ്ഞിട്ട് ഇലക്ട്രിസിറ്റി ആൻഡ് റിലേറ്റഡ് കാൽക്കുലേഷൻ പഠിക്കാനുണ്ട്. ദെൻ IC എഞ്ചിൻ ആൻഡ് എഞ്ചിൻ റിലേറ്റഡ് തിയറി, ദെൻ മാസ് പ്രൊഡക്ഷൻ, ഇന്റർചേഞ്ചബിലിറ്റി, ലിമിറ്റ് ഫിറ്റ് ടോളറൻസുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്സുകൾ, ദെൻ പ്രൊഡക്ഷൻ ഡ്രോയിങ്, നെയിം പ്ലേറ്റ്, ബിൽ ഓഫ് മെറ്റീരിയൽസ്, ജിഗ്സ് ആൻഡ് ഫിക്സേഴ്സ്, അങ്ങനെയുള്ള ടോപ്പിക്സുകൾ പഠിക്കാനുണ്ട്. ദെൻ വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസിലെ മാസ്, വോളിയം, വെയിറ്റ് ആൻഡ് ഡെൻസിറ്റി, അങ്ങനെയുള്ള ടോപ്പിക്കും കൂടെ പഠിക്കാനുണ്ട്. ഇതിന് എത്രയാണ് മാർക്ക് വെയിറ്റേജ്? 20 മാർക്കാണ്. ദെൻ അടുത്ത മൂന്നാമത്തെ മൊഡ്യൂൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിനകത്ത് പഠിക്കാനുള്ള എന്താണ്? ഷാഫ്റ്റ്, കീ, കപ്ലിംഗ്, ബെയറിംഗ്, ഗിയർ ഡ്രൈവ്സ്, ദെൻ പുള്ളീസ്, ബെൽറ്റ് ഡ്രൈവ്, റോപ്പ് ഡ്രൈവ്, ചെയിൻ ഡ്രൈവ്. വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസിൽ എന്തൊക്കെയുണ്ട്? വർക്ക്, പവർ, എനർജി, പിന്നെ ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ. ഇത്രയും കാര്യങ്ങളാണ് ഈ മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. മാർക്ക് വെയിറ്റ് എത്രയാണ്? 14 മാർക്കാണുള്ളത്. ദെൻ അടുത്ത നാലാമത്തെ മൊഡ്യൂൾ പരിശോധിക്കുകയാണെങ്കിൽ പൈപ്പ് ഫിറ്റിംഗ്സ് ആൻഡ് വാൽവ്സ്, ദെൻ ക്യാംസ് ആൻഡ് ഫോളോവേഴ്സ്, പമ്പ്, ബോയിലർ മൗണ്ടിങ്സ് ആൻഡ് ആക്സസറീസ്, ദെൻ ഹൈഡ്രോളിക് പ്രഷർ വെസൽസ്, ന്യൂമാറ്റിക്സ് ആൻഡ് റിലേറ്റഡ് എക്യുപ്മെന്റ്സ്. ഇതെല്ലാം ഉണ്ട്. മാർക്ക് വെയിറ്റേജ് എത്രയാണ്? 10 മാർക്കാണ്. ദെൻ അടുത്തത് അഞ്ചാമത്തെ മൊഡ്യൂൾ നോക്കിയാൽ പ്രസ് ആൻഡ് പ്രസ് ടൂൾസ് ആൻഡ് റിലേറ്റഡ് തിയറീസ്, 8 മാർക്കാണ്. അതോടൊപ്പം തന്നെ വർക്ക്ഷോപ്പ് കാൽക്കുലേഷനിൽ എന്തൊക്കെയുണ്ട്? മെൻസുറേഷൻ, ലിവേഴ്സ്, സിമ്പിൾ മെഷീൻസ്, അതും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 8 മാർക്കാണ് വെയിറ്റേജ്. ദെൻ ആറാമത്തെ മൊഡ്യൂൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തൊക്കെയുണ്ട്? മെഷറിംഗ് ടൂൾസ്, ഗേജസ്, ഇൻസ്പെക്ഷൻ ടൂൾസ്, പ്രിസിഷൻ മെഷറിംഗ് ടൂൾസ്. ദെൻ വർക്ക്ഷോപ്പ് കാൽക്കുലേഷനിൽ എന്തൊക്കെയുണ്ട്? ട്രിഗണോമെട്രി, ഫ്രിക്ഷൻ, സെന്റർ ഓഫ് ഗ്രാവിറ്റി, ഏരിയ ഓഫ് കട്ട്, ആൽജിബ്ര, ദെൻ എലാസ്റ്റിസിറ്റി, അങ്ങനെയുള്ള ടോപ്പിക്കുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 9 മാർക്കാണ് അതിനകത്ത് വരുന്നത്. ദെൻ ഏഴാമത്തെ മൊഡ്യൂൾ നോക്കിയാൽ ലേഔട്ട് ഓഫ് മെഷീൻ ഫൗണ്ടേഷൻസ്, പ്രോസസ് പാത്ത്, ദെൻ വർക്ക്ഷോപ്പ് കാൽക്കുലേഷനിലെ ഹീറ്റ് ആൻഡ് ഹീറ്റ് ട്രീറ്റ്മെന്റ്. 5 മാർക്കാണ് അതിന്റെ വെയിറ്റേജ്. ദെൻ അടുത്ത എട്ടാമത്തെ മൊഡ്യൂൾ നോക്കിയാൽ കമ്പ്യൂട്ടർ ബേസിക്സ് ഉണ്ട്, ഓട്ടോകാഡിലുള്ള കമാൻഡ്സുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ദെൻ വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസിലെ പ്രോഫിറ്റ്, ലോസ്, എസ്റ്റിമേറ്റ് ആൻഡ് കോസ്റ്റിംഗ്. 12 മാർക്കാണ് ഇതിന്റെ വെയിറ്റേജ്. ദെൻ 9ാമത്തെ മൊഡ്യൂൾ നോക്കിയാൽ സോളിഡ് വർക്ക്സ്, ഓട്ടോകാഡ്, ഇൻവെന്റർ ഓർ 3D മോഡലിംഗ്, ദെൻ സ്കെച്ചിങ് ഫീച്ചേഴ്സ്, കൺസ്ട്രെയിൻസ് ആൻഡ് ക്രിയേറ്റീവ്സ്. 5 മാർക്കാണുള്ളത്. ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 9 മൊഡ്യൂളാണ്. അത്യാവശ്യം പഠിക്കാനുണ്ട്. പക്ഷെ നിങ്ങൾ ഈ സിലബസ് പ്രകാരം കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന എക്സാം ആണ്. ഒരുപാട് ഡെപ്തിലുള്ള രീതിയിലേക്ക് പരീക്ഷ വരത്തില്ല. കാര്യം എന്താ? ITI ബേസ്ഡ് എക്സാം ആണ്. അപ്പൊ അതിന്റെ മെറ്റീരിയൽ വെച്ച് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഈ സിലബസ് പ്രകാരം പഠിച്ച് നിങ്ങൾ ടോപ്പിക് വൈസ് MCQs പ്രാക്ടീസ് ചെയ്ത് ഫുൾ സിലബസിലെ പരീക്ഷകളൊക്കെ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത് കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസും മെന്റർഷിപ്പും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ എക്സാംസ് ക്രാക്ക് ചെയ്യാം. നമ്മുടെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാനോട് കൂടി വ്യക്തമായ ദിശയിൽ തയ്യാറെടുത്ത് 2026 തന്നെ ഒരു ജോലിയിലേക്ക്, ഗവൺമെന്റ് ജോലി എന്ന സ്വപ്നത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, നടന്നു കയറുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ കോഴ്സിലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നമ്മുടെ ഓൺലൈൻ കോഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ കോഴ്സിന്റെ പ്രത്യേകതകൾ, ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഈ കോഴ്സുകൾ നടത്തിയിട്ടുണ്ട്, അതിലൊക്കെ മികച്ച വിജയികൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കോഴ്സ് മെന്റർ ചെയ്യുന്ന ഞാനൊക്കെ തന്നെ ഇതുപോലുള്ള ഒരുപാട് പരീക്ഷകൾ ക്ലിയർ ചെയ്തിട്ടുള്ളതാണ്. മെക്കാനിക്കലിലെ ITI, ഡിപ്ലോമ, ബിടെക് തലത്തിലൊക്കെ ഒരുപാട് പരീക്ഷകൾ ക്ലിയർ ചെയ്തിട്ടുള്ളതാണ്, ഒരുപാട് ജോലികൾ കിട്ടിയിട്ടുള്ളതാണ്. എന്റെ ഗൈഡൻസും മെന്റർഷിപ്പും ഉണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ. അപ്പൊ ഇതിനകത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്തൊക്കെയാന്ന് നോക്കാം. ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള റെക്കോർഡഡ് പ്ലസ് ലൈവ് ക്ലാസ്സുകൾ, ഫുൾ PDF നോട്ട്സ്. അപ്പൊ നിങ്ങൾക്ക് നോട്ട്സിനൊന്നും വേറെ മെറ്റീരിയൽ ഒന്നും റെഫർ ചെയ്യേണ്ട ആവശ്യമില്ല. ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള റെക്കോർഡഡ് പ്ലസ് ലൈവ് ക്ലാസ്സുകൾ, ഫുൾ നോട്ട്സുകൾ, ടോപ്പിക് വൈസ് പരീക്ഷകൾ, ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകൾ, പരീക്ഷ വരെ നമ്മൾ ക്ലാസ് തരും. ഡൗട്ട് ക്ലിയറൻസും മെന്റർഷിപ്പും എല്ലാം ഉണ്ടാകും. ഈ പരീക്ഷ ക്ലിയർ ചെയ്യാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ഞാനും നമ്മുടെ ഫാക്കൽറ്റികളെല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം. ഇതൊരു കോംബോ കോഴ്സാണ്. ഈ കോഴ്സിനകത്ത് ഇറിഗേഷൻ ഓവർസിയർ ഗ്രേഡ് 3യും അതോടൊപ്പം തന്നെ നമ്മുടെ ഹാർബർ എഞ്ചിനീയറിംഗിന്റെ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 കോഴ്സ് കമ്പൈൻഡ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ചെറിയൊരു ഫീസ് അടച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, തയ്യാറെടുക്കാം. കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരോടൊപ്പം നിങ്ങളുടെ സ്വപ്ന ജോലി നിങ്ങൾക്ക് ഉറപ്പിക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് നമ്മൾ പറയുന്ന രീതിയിൽ തയ്യാറെടുക്കുകയാണെങ്കിൽ, നമ്മുടെ ഗൈഡൻസ് മെന്റർഷിപ്പോട് കൂടി തയ്യാറെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന എക്സാം തന്നെയാണ്. അപ്പൊ ഈ എക്സാമിന് തയ്യാറെടുക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുക. നിങ്ങൾക്ക് 2026 തന്നെ നിങ്ങളുടെ ജോലിയിലേക്ക് എത്താൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.